ഹായ് കൂട്ടുകാരേ. അപ്പോൾ ഇന്ന് എൻ്റെയും കിച്ചൂട്ടൻ്റെയും രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചുവിന് ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പൊരിച്ചെടുത്താൽ മതിയല്ലോ എന്നൊക്കെ കരുതി പൂരി നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൂരി ഇഷ്ടമാണ്. എങ്ങനെയാണെന്നാൽ കറിയൊന്നും കൂട്ടി കഴിക്കാനായിട്ടല്ല, ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഈ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പപ്പടം പോലെ ഇത് പൊന്തി വരൂലേ, അപ്പം ഇങ്ങനെ പറഞ്ഞ് തിന്നാനായിട്ടാണ് കേട്ടോ ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് കറിയൊക്കെ കൂട്ടി തിന്നാനായിട്ട് അതെന്തോ വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിങ്ങനെ വല്ലപ്പോഴും കഴിച്ചെങ്കിലേ ഉള്ളൂ. കിച്ചുമോന് പൂരി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കേട്ടോ ഇവിടെ നമ്മൾ പൂരി വാങ്ങണത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പൂരി പരത്തി ഇതാക്കി ചെയ്യാനായിട്ടൊന്നും വലിയ ഇതില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതേപോലെ ആവശ്യമുള്ള ടൈമിൽ മാത്രം അങ്ങനെ പോയി വാങ്ങി അപ്പോൾ ഉണ്ടാവും. ഇതിന് കറിയായിട്ട് പരിപ്പ് കറിയാണേ. പരിപ്പ് ഞാൻ കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിസിലും കൂടി കേൾക്കായിരുന്നു തോന്നുന്നു, പക്ഷേ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പരിപ്പെല്ലാനും ഒന്ന് വറവാക്കിയിട്ട് വെച്ച്. ഇനി കിച്ചുമോന് ചോറിന് കറി കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ബീറ്റ്റൂട്ടും സവാളയും ഉള്ളിയും എല്ലാം അതിൽ തന്നെയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇതൊക്കെ ഒന്ന് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് അവിടെ കിടന്ന് അങ്ങനെ വാടിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടൊക്കെ കൊടുത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ ബീറ്റ്റൂട്ടിൽ മുളക് പൊടി ഇട്ട് കൊടുക്കില്ല. പകുതി വേവായി കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തണം. പച്ചമുളകാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്തെടുക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മളുടെ കിച്ചുമോന് ബീട്രൂട്ട് ഒലത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ ഒലത്തെന്നാണ് കേട്ടോ പറയുന്നത് ഈ ഉപ്പേരി ഐറ്റംസിനെ. ഇത് കിച്ചുമോന് ചായയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ബീട്രൂട്ടൊക്കെ വാടി വന്ന് ഞാൻ കിച്ചുവിന് കുപ്പിയിൽ വെള്ളവും അതേപോലെ തന്നെ കറികളെല്ലാനൊക്കെ എടുത്തൊക്കെ വെച്ചപ്പോഴേക്കും കിച്ചൂട്ടൻ ബാഗെല്ലാനും റെഡിയാക്കി ഇതാ പോകാനായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബെൽറ്റ് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ബെൽറ്റ് ഇടണം അവിടെ ഇരുന്നേ. അപ്പോൾ കിച്ചുമോൻ എന്നോട് പറയുകയാണ്, അമ്മേ പാൻറ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്, എനിക്ക് സൈക്കിളുമ്മ ഇതിട്ടിട്ട് കയറാനായിട്ട് പറ്റുന്നില്ല എന്ന്. അപ്പോൾ കിച്ചുമോൻ്റെ ഈ പാൻറ്റിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് വിട്ടിട്ട് ഞാനതൊക്കെ ഒന്ന് അടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടാവും, അതായിരിക്കും കൊച്ചിനപ്പോൾ അതിട്ടുകൊണ്ട് സൈക്കിളുമ്മ കയറാൻ പറ്റത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഇനി 2-3 മാസം കൂടിയല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ഒരു 2 പാൻറ്റ് അത് വെച്ച് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണേ. യൂണിഫോമും വേറെ ഒന്നും ഇടാനും പറ്റില്ലല്ലോ. പുതിയത് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും അടുത്ത വർഷം യൂണിഫോം മാറിയാണ്, ഗ്രേ കളറും വൈറ്റും ആണ്. അപ്പോൾ പിന്നെ നമ്മളിത് എടുത്തു കഴിഞ്ഞാലും പിന്നെ ഈ ഒരു പാൻസൊന്നും അവർ വേറെ ഇടൂലല്ലോ. അങ്ങനെ കിച്ചുമോൻ എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞ് പഠിക്കാനൊക്കെ പോയിട്ടാണ്. ഇനി കറിയൊക്കെ വെക്കാനായിട്ടുള്ള പണിയൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കൊഴുവ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കൊഴുവായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കൊഴുവയൊക്കെ നന്നാക്കാനായിട്ട് നമ്മളുടെ വീടിൻ്റെ സോഡിൻ്റെ സൈഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടുക്കള വശത്ത് വന്ന് മീനൊക്കെ നന്നാക്കുമ്പോൾ കാക്കകളും ഒക്കെ വന്ന് കൂട്ടിയിരിക്കുകയായിരുന്നു. ഇതിൻ്റെ തല കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മേലൊക്കെ കാക്ക പണി പറ്റിക്കുമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഈറ്റങ്ങളെയൊക്കെ ഓടിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളുടെ മീനെല്ലാനും നന്നാക്കി കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് പൊരിക്കാനായിട്ട് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കിച്ചുകൂട്ടനൊക്കെ ആണെങ്കിൽ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചുകൂട്ടന് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും പൊരിച്ചതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതേപോലെ ചെറിയ മീനുകളൊക്കെ പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചുമോനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പൊരിച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ പെറുക്കി തന്നെ കൂട്ടി ചോറൊക്കെ കഴിച്ചോളും. പിന്നെ ഞാൻ ദേ പകുതി മീനെടുത്തിട്ട് നന്നായിട്ടൊന്ന് മുളകെല്ലാനും പുരട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നമ്മളുടെ ഈ കൊഴുവ് എല്ലാനും ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ടുണ്ട്. കൊഴുവന നത്തലെന്നും പറയും കേട്ടോ. അങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഇതിനെ പറയുന്നത് നത്തലെന്നാണ്. അപ്പം ഞാനിങ്ങനെ നത്തോലി എന്നുള്ളത് കേട്ടിട്ടുണ്ട്, നത്തലെന്നൊക്കെ ഞാനും അങ്ങനെ അധികം കേട്ടിട്ടില്ല. അങ്ങനെ മീനെല്ലാനും ഞാൻ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഈ മീനിൻ്റെ ഇതൊക്കെ ഒന്ന് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും കൈ കൊണ്ട് ഇടണ്ടില്ല. വറുക്കാനും കറി വെക്കാനൊക്കെ ആണെങ്കിൽ സ്പൂണും കൊണ്ടൊക്കെ ചെയ്ത് കൊടുത്താൽ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല. വെളിച്ചെണ്ണയൊക്കെ വാങ്ങാനായിട്ട് കടയിലെല്ലാനും പോയി അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട്. കടയിൽ പോയപ്പോൾ പിന്നെ കുറച്ച് മുട്ടയും അത്യാവശ്യ സാധനങ്ങളും ഇതെല്ലാനും മെയിനായിട്ട് വെളിച്ചെണ്ണ വാങ്ങാനായിട്ടാണ് പോയത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളതെല്ലാനും വാങ്ങിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇനി നമുക്ക് നമ്മളുടെ നത്തൽ പൊരിച്ചെടുക്കാം. അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടായിട്ട് കുപ്പിയിലുണ്ടായിരുന്ന ആ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്ത്. എന്താണെന്നാൽ ഈ വെളിച്ചെണ്ണ തികയൂലായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് നോക്കി വെളിച്ചെണ്ണ തികയില്ല എന്ന് കണ്ടപ്പോൾ കേട്ടോ ഞാൻ പിന്നെ കടയിൽ പോയി ഇതെല്ലാനും വാങ്ങിയൊക്കെ കൊണ്ടുവന്നത്. പിന്നെ മീനെല്ലാനും വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രൈ പാനിലോട്ടൊന്ന് നിരത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്.
മീനെല്ലാം ഞാൻ പരത്തിയൊക്കെ ഒന്ന് ഇതാക്കി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഫ്രൈ പാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ എനിക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റിയത്. വലിയ പാനല്ലേ. ഈ മീനിൽ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ എല്ലാ സൈഡിലോട്ട് ആവാനായിട്ട് ഞാനതൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പയ്യെ അവിടെ കിടന്ന് മൊരിഞ്ഞൊക്കെ വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നല്ല പൊട്ടിത്തെറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ സൈഡിൽ നിൽക്കുമ്പോൾ എൻ്റെ മേലോട്ടൊക്കെ പൊട്ടിത്തെറിക്കായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഒരു ഭാഗമൊക്കെ ഒന്ന് മറിച്ചെല്ലാം ഇട്ട് കൊടുത്ത് നമ്മളുടെ കൊഴുവ വറുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ രണ്ടെണ്ണം എടുത്ത് കഴിച്ച് നോക്കി. നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ടുള്ള പണികളെല്ലാം നോക്കണം. അപ്പം അതിന് വേണ്ട പച്ചമുളക്, ചെറിയുള്ളി സാധനങ്ങൾ എല്ലാം ഞാനൊന്ന് നന്നാക്കിയൊക്കെ എടുത്ത് വെച്ച്. ഞാൻ തേങ്ങ പൊളിച്ചപ്പോൾ പൊട്ടിപ്പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ എനിക്ക് ചിരവി എടുക്കാനായിട്ട് പറ്റാണ്ടായ കാരണം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി എടുത്തിട്ടാണ് തേങ്ങ പിന്നെ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. സാധാരണ മുളക് ചാറാണ് വെക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി തേങ്ങ അരച്ചിട്ട് ഇതൊന്ന് ചാറ് വെക്കാമെന്ന് കരുതി. നമ്മൾ പൊരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ തേങ്ങ അരച്ചൊരു കറിയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് കരുതി ഈ തേങ്ങ ഒന്ന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടി കേട്ടോ. കൊത്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അരഞ്ഞൊക്കെ കിട്ടി. ഇനി നമുക്കിതൊന്ന് ചട്ടിയിലോട്ടൊന്ന് മാറ്റി ഞാൻ പുളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുടപ്പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതും ചേർത്ത് നമ്മളുടെ കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാവരും കൂടി ഈ അരപ്പിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി കൊടുക്കണുണ്ട് കേട്ടോ. ഞാൻ 2 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മീനിൽ. എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കറി ഒന്ന് അടുപ്പത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതവിടെ കിടന്ന് ചെറിയ രീതിയിൽ തിളച്ചൊക്കെ വരട്ടെ. തേങ്ങ അരച്ച് എന്താണ് കലക്കിയേക്കണ കാരണം ഞാൻ തീ ഒന്ന് കുറച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. പയ്യെ പയ്യെ കറി ഒന്ന് തിളച്ച് വരട്ടെ എന്നൊക്കെ കരുതി ഇടയ്ക്കൊന്ന് ഇളക്കി ഇതെല്ലാനും കൊടുത്ത്, അല്ലെങ്കിൽ അരപ്പെല്ലാം ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പോയിരിക്കണ കാരണം. പിന്നെ ദേ നമ്മൾ കറി വെക്കാനായിട്ട് ഞാൻ ഇത്രയും മീനാണ് കേട്ടോ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആകെ 1/2 കിലോയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നന്നാക്കി എടുക്കാൻ പാടുള്ള കാരണമാണ് കേട്ടോ. പിന്നെ കറിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ കൊഴുവയും കൂടി ഒന്ന് ഇട്ടതായി കൊടുത്തു. ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ. മീനും ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തൊക്കെ വരട്ടെ. എന്നിട്ട് പിന്നെയും തീയൊന്ന് ചെറുതാക്കിയിട്ട് ചെറിയ രീതിയിൽ തിളച്ച് കറി ഒന്ന് വറ്റിയൊക്കെ വരട്ടെ എന്ന് കരുതി. ഇതിൻ്റെ മേലെ നല്ല ചുമന്ന ഇതിൽ കറിയൊക്കെ ഒന്ന് വറ്റി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ തിളച്ചൊക്കെ വരുമ്പോൾ ഒരു കഷ്ണം കറിവേപ്പിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തേ. ഇനി ചട്ടിയുടെ ചൂടൊക്കെ കൊണ്ട് നന്നായിട്ട് അവിടെ ഇരുന്ന് വറ്റിയൊക്കെ വരട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ മീൻ പൊരിച്ചതിൻ്റെ പാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ചോറും നമ്മളുടെ രാവിലത്തെ ബീട്രൂട്ട് ഉപ്പേരിയും നമ്മളുടെ കൊഴുവ പൊരിച്ചതും കുറച്ച് മാങ്ങച്ചാറും എല്ലാം ഇട്ട് ഒന്ന് കുഴച്ച് ചോറൊക്കെ കഴിക്കാൻ കേട്ടോ. എനിക്കാണെങ്കിൽ മീൻ പൊരിച്ചതിൻ്റെ ആ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് പുരട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.